പാരദ്വീപ് സൈക്ലോണാണ് അതിൻ്റെ പേര്. ആ സംഭവം നടക്കുമ്പോൾ ഞാൻ ഒഡീഷയിലെ ഭുവനേശ്വറിലുണ്ടായിരുന്നു. 18 മണിക്കൂർ സമയം ഈ സൈക്ലോൺ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഇങ്ങനെ വെറുതെ റോഡിലൂടെ നടക്കും. ഒരാളോടും മിണ്ടില്ല, ഒരാളോടും മിണ്ടില്ല, എന്ത് പണിയെടുത്താലും മിണ്ടില്ല. അങ്ങനെയാണ്. ഭക്ഷണം ആരും കൊടുത്തില്ലെങ്കിൽ കഴിക്കില്ല. ആ 20 ഗ്രാമങ്ങൾ വളർന്ന് വികസിച്ച് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാകാറുണ്ട്. ഡെവലപ്മെന്റ് ജേർണലിസത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, പി സായിനാഥിൻ്റെ പുസ്തകം. ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ പേര് എവരിബഡി ലവ്സ് എ ഗുഡ് ഡ്രൗട്ട്. പഴയ പുസ്തകമാണ്, 1983 മറ്റു വന്നത്. എവരിബഡി ലവ്സ് എ ഗുഡ് ഡ്രൗട്ട്. പതിവായി വരൾച്ച അനുഭവപ്പെടുന്ന വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നടന്ന് കണ്ട് അനുഭവിച്ച കാര്യങ്ങളാണ് സായിനാഥ് ആ പുസ്തകത്തിൽ എഴുതുന്നത്. സായിനാഥിനെ അറിയാമോ? ഹിന്ദുവിൻ്റെ റൂറൽ എഡിറ്ററാണ് സായിനാഥ്. ധാരാളം ലേഖനങ്ങൾ വരാറുണ്ടായത് ഇപ്പോൾ കുറവാണ്. പുസ്തകം സ്ഥാപിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ചിലർക്ക് ഒരു ജാഗര, പ്രത്യേകിച്ചും റീഹാബിലിറ്റേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, ഏജൻസികൾക്ക്, NGOകൾക്ക് ഒക്കെ ഒരു ജാഗരയുണ്ട്. അവരെ ഉടനെ പലരും, പ്രത്യേകിച്ച് NGO പ്രതിനിധികളൊക്കെ ഡിസാസ്റ്റർ ഉണ്ടായാൽ സെക്കൻഡ് എത്തുന്നത് അവരായിരിക്കും. ഡിസാസ്റ്റർ ടൂറിസം എന്ന് തന്നെ ഒരു പ്രയോഗം നിലവിലുണ്ട്. അവരവിടെ വന്നിട്ട് ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് പല വിവരങ്ങൾ ശേഖരിച്ച് തുടർന്ന് ചെയ്യാനുള്ള പ്രൊജക്റ്റുകൾ തയ്യാറാക്കുക, നടപ്പാക്കാൻ സഹായിക്കുക, ഇതൊക്കെയാണ് അവർ സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥരാകട്ടെ, നമ്മളിവിടെ ഇപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് റവന്യൂ വകുപ്പാണ്. അവരൊക്കെ ഈ സമയത്തുള്ള ഒരു സൗകര്യം, പണം ചെലവഴിക്കാൻ സാധാരണ ചോദിക്കേണ്ട ആളുകളോടൊന്നും ചോദിക്കാതെ ചെലവഴിക്കാം. ഇപ്പോൾ ഒരു 100 ബെഡ്ഷീറ്റ് വേണം, അത് അങ്ങനെ സാധാരണ ഒരു 100 രൂപ ചെലവഴിക്കണമെങ്കിൽ സർക്കാർ വകുപ്പുകളിൽ അതിനൊരു പ്രൊസീജിയർ, ഒരു നോട്ട് എഴുതണം, ആവശ്യത സ്ഥാപിക്കണം, തൊട്ട് അത് സമർപ്പിക്കണം, അതിന് അനുവാദം വാങ്ങിക്കണം. പിന്നെ വാങ്ങിക്കുമ്പോൾ അതിനൊരു റേറ്റ് കോൺട്രാക്ട് ഉണ്ടാകും, ആ സ്ഥാപനങ്ങളോട് അന്വേഷിക്കണം, പർച്ചേസ് റൂൾസൊക്കെ ഇതൊക്കെ പാലിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ദുരന്തമുഖത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പടി നിന്ന് തീരുമാനമെടുക്കാം, നടപ്പാക്കാം. ഇത് ശരിയായൊരു കാര്യമാണെങ്കിലും ഇത് ഒരുപാട് ആൾക്കാർ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് സായിനാഥിൻ്റെ പുസ്തകം സ്ഥാപിക്കുന്നത്. എത്രയോ ഉദാഹരണങ്ങളിലൂടെ, കണക്കുകളിലൂടെ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് ഡെവലപ്മെന്റ് ജേർണലിസം പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പുസ്തകമായിരുന്നു ഇത്. ഞാൻ ഇത് ഈ മേഖലയെക്കുറിച്ച് അധികാരിയായിട്ട് പഠിച്ചിട്ടുള്ള ഒരു അക്കാദമിക് വിദഗ്ധനൊന്നുമല്ല. പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യം, വളരെ പ്രധാനപ്പെട്ട ചില ദുരന്തങ്ങൾ അനുഭവിക്കാനുള്ള സൗകര്യം എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അതിലൊന്ന് 1999 സൈക്ലോൺ, സൂപ്പർ സൈക്ലോൺ, 300 കിലോമീറ്റർ വേഗതയുള്ള ആദ്യത്തെ സൈക്ലോണാണിത്. പാരദ്വീപ് സൈക്ലോണാണ് അതിൻ്റെ പേര്. ആ സംഭവം നടക്കുമ്പോൾ ഞാൻ ഒഡീഷയിലെ ഭുവനേശ്വറിലുണ്ടായിരുന്നു. 18 മണിക്കൂർ സമയം ഈ സൈക്ലോൺ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളാരെങ്കിലും ഒരു സൈക്ലോൺ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനത് കണ്ടു. 18 മണിക്കൂർ പച്ചവെള്ളം കുടിക്കാൻ സൗകര്യപ്പെടാതെ നിൽക്കുന്നു. താമസിക്കുന്ന സ്ഥലം തൊട്ട് ഒരു മതിലിൻ്റെ അപ്പുറത്താണ്. ഇടയ്ക്കിടെ അങ്ങോട്ട് പോകാൻ നോക്കും, അപ്പോൾ വീണ്ടും കാറ്റ് വരും. ഈ സൈക്ലോണിൻ്റെ രീതി അങ്ങനെയാണ്. ഒരു 3-4 മണിക്കൂർ, 3-4 മിനിറ്റ് തുടർച്ചയായിട്ട് ഭയങ്കര കാറ്റ് വീശിയടിക്കും. അത് കഴിഞ്ഞാൽ ലള്ളാണ്. 1 മിനിറ്റ്, 2 മിനിറ്റ്, ഒന്നുമില്ല, നിശ്ചലം.
അപ്പോഴാണ് നമ്മളൊന്ന് അപ്പുറം പോയി കളയാനൊക്കെ വിചാരിക്കും. അപ്പോഴേക്ക് വീണ്ടും വരും അടുത്തത്. ഇങ്ങനെ 18 മണിക്കൂർ സങ്കല്പിച്ച് നോക്കും. അപ്പൊ അങ്ങനെ അനുഭവിച്ചു. അപ്പോൾ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് സാധനങ്ങൾ പറന്നു പോകുന്നുണ്ടാവും. അതൊക്കെ 200-300 കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത്. ഒരു മരങ്ങൾ വീഴുന്നുണ്ടാവും, പറക്കുന്നുണ്ടാവും, കെട്ടിടങ്ങളുടെ ആവശ്യത്തിന് പിന്നെ ബോർഡ്, ഷീറ്റ് ഇതെല്ലാം പറന്നു പോകുന്നുണ്ടാവും. സോ ഡൈനമിക്. അങ്ങനെയാണ്. ഇത് കഴിഞ്ഞിട്ട് എന്താ കാണുന്നതിന്? ഒന്നുമില്ല, നിവർന്നു നിൽക്കുന്ന ഒന്നുമില്ല, എല്ലാം ഫ്ലാറ്റ്. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. റേഡിയോ ഇല്ല, TV ഇല്ല, ഒന്നുമില്ല. യാത്ര ചെയ്യാൻ തീവണ്ടിയില്ല, ബസ്സില്ല, ഒരു സംഗതിയില്ല. അങ്ങനെ ലോകവുമായിട്ട് എല്ലാ ബന്ധങ്ങളും അറ്റ് 5 ദിവസം കഴിയുന്നത്. പിന്നെ ഇതാണ് ഒരു അനുഭവം. ഈ അനുഭവത്തെ തുടർന്ന് അവിടുത്തെ റീഹാബിലിറ്റേഷൻ പ്രവർത്തനത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരവും എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് 3 വർഷക്കാലം ഒഡീഷയിലെ 2 ബ്ലോക്കുകളിൽ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നടപ്പാക്കാനുള്ള ഒരു അപൂർവ അവസരവും എനിക്ക് ലഭിച്ചു. രണ്ടാമത്തെ അനുഭവം ബീഹാറിന്റെയും നേപ്പാളിന്റെയും അതിർത്തിയിൽ കോസി നദിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ കോസി നദിയിൽ വലിയൊരു അണക്കെട്ടുണ്ട്, കോസി ബാരേജ് ആണ് പറയുന്നത്. അതിൽ നിന്ന് പുറത്തേക്ക് ഇറിഗേഷനുള്ള വെള്ളം കൊണ്ടുപോകാനുള്ള വലിയ തോട്, നമ്മുടെ ഒരു സാമാന്യം വലിയ നദിയുടെ അത്രയും വീതിയില്ല. ഇതിൽ ഒരു തോട് പൊട്ടിപ്പോയി, അതിന്റെ ബണ്ട് തകർന്നു പോയി. അപ്പോൾ ബീഹാറിലെ 5 ജില്ലകൾ വെള്ളം കയറി, അപ്പാടെ മുങ്ങിപ്പോയി. 5 ജില്ലകൾ ഏതാണ്ട് മുങ്ങിപ്പോയി. ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ ആ സമയത്ത് ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉത്തരവിട്ട് അവിടെ പോകണം, അവരെ സഹായിക്കണം. അങ്ങനെ രണ്ടാഴ്ചയിലധികം അവിടെ താമസിച്ച് അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. അപ്പോഴാണ് തോട്ടിന്റെ വക്കിലും ബണ്ടുകളുടെ മേലിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് താമസിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ഈ തോടിന്റെ കരയിലൊക്കെ ഒരു 3-4 മീറ്റർ വീതിയുള്ള ബണ്ടുകളാണ്, കുട്ടനാട്ടിലെ ബണ്ടുകളെ പോലെ. അപ്പൊ അവിടെയൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ താമസിക്കുക. അപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അതിന് സമയമില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ റീഹാബിലിറ്റേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് വേണ്ട പ്രക്രിയ എന്തൊക്കെയാണ്, അതിനുള്ള മുൻകരുതൽ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ആയി ബന്ധപ്പെട്ട് ഒരു 4-5 ഘട്ടങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഒന്നാമതായി ചെയ്യേണ്ടത് അവയർനെസ് ബിൽഡിംഗ് ആണ്. സമൂഹത്തിൽ ഈ ദുരന്തത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് പ്രിപ്പയർനെസ് ആണ്, ഒരുക്കങ്ങൾ. അഥവാ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ പ്രിപ്പയർനെസ്. ഇപ്പോൾ ഞാൻ ഒഡീഷയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തായിട്ട് 4 സൈക്ലോൺ ഷെൽട്ടറുകളാണ് ഉണ്ടായിരുന്നത്. 4 ഇപ്പോഴവിടെ 712 സൈക്ലോൺ ഷെൽട്ടറുകൾ. അത് ഒരു സ്ഥലത്ത് 500 മുതൽ ഒരു 3000 വരെ ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഷെൽട്ടറുകളാണ്. അവിടെ ഒരു സൈക്ലോൺ വരുന്നുണ്ടെന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് 18 ലക്ഷം വരെ ആൾക്കാരെ ഒഴിപ്പിച്ചെടുക്കാനുള്ള സംവിധാനമുണ്ട് ഒഡീഷയിൽ. അപ്പൊ അതിനൊരു ബ്ലൂ ബുക്കൊക്കെ ഉണ്ട്, പടിപ്പടിയായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അതനുസരിച്ച് ഒരു ഷെൽട്ടറിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകേണ്ടത് ഏതൊക്കെ വില്ലേജിൽ നിന്നുള്ളവരാണ് ഇടപെടുന്നത്, അതിനുപയോഗിക്കേണ്ട വാഹനങ്ങൾ ഏതൊക്കെയാണ്, അവരുടെ ടെലിഫോൺ നമ്പറുകൾ, ഈ വാഹനം എവിടെ നിർത്തിയിട്ടുള്ള ആധാരങ്ങൾ, പിന്നെ ആരെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ആദ്യം കിടപ്പ് രോഗികളെ കൊണ്ടുപോകേണ്ടത്, ഗർഭിണികളെ കൊണ്ടുപോകേണ്ടത്, അതെല്ലാം കഴിഞ്ഞ് കന്നുകാലികളെ കൊണ്ടുപോകേണ്ടത്. അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ടായി. ആ പ്രൊസീജിയർ അനുസരിച്ചാണ് ഇവാക്വേഷൻ നടത്തുന്നത്. ഇതിനെല്ലാം ഒരു ശിക്ഷിത്താൽ ഇത് അതേപടി പ്രവർത്തിക്കും. മണിക്കൂറുകൾക്കകം ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ സൂപ്പർ സൈക്ലോൺ വന്നതിന് ശേഷമുണ്ടായ സംഗതികളാണ്. സൂപ്പർ സൈക്ലോൺ വരുമ്പോൾ ഉണ്ടായിരുന്ന അവിടുത്തെ അവസ്ഥയെപ്പറ്റി വളരെ രസകരമായ കഥകളുണ്ട്. ഒറീസയിൽ അന്ന് 2 സാറ്റലൈറ്റ് ഫോണുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അവിടുത്തെ ചീഫ് സെക്രട്ടറിയുടെ കയ്യിൽ, ഒന്ന് പാരദീപ് പോർട്ട് കമ്മീഷണറായിട്ടുള്ള തമിഴ്നാട്ടുകാരനായ ടി ബാലകൃഷ്ണൻ IAS ബാലകൃഷ്ണൻ 150% ഉപയോഗിച്ചു, മറ്റേ 0% ഉപയോഗിച്ചു.
അപ്പൊ അയാൾ ഇതിനെപ്പറ്റി കിടന്നുറങ്ങി. മറ്റേ എത്ര കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടും ഒരു പ്രതികരണം ഇല്ലാതുകൊണ്ട് അയാളെ ആക്ട് ചെയ്തു. ഇത് ഈ സൈക്ലോൺ ടച്ച് ചെയ്യുന്നത് പാരദ്വീപ് പോർട്ടിന്റെ അടുത്താണ്. അപ്പൊ എല്ലാവരും വിചാരിച്ചിരുന്ന അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ആകെ മരിച്ചത് 2 പേരാണ്. 2 പേര്. അതിലൊന്ന് ഒരു കുടിയനാണ്, ഒന്നൊരു ഭ്രാന്തനാണ്. വേറെ ഒരാളും അവിടെ മരിച്ചില്ല. അതാണ് പ്രിപ്പയർനെസ്സിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എടുത്ത ആക്ഷനെ പറ്റിയൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഒന്ന്, മൈക്രോ അനൗൺസ്മെന്റ് നടത്തി 3 മണിക്കൂർ മുമ്പേ. അരമണിക്കൂറിനുള്ളിൽ എല്ലാവരും അടച്ചുറപ്പുള്ള സ്ഥലത്ത് എത്തിയിരിക്കണം. സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ പിന്നെ അപകടം ഉണ്ടാവില്ല എന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത്, സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിയിരിക്കണം. അതിനുശേഷം ആരെങ്കിലും കണ്ടാൽ വെടിവെക്കും. അതാണ് അനൗൺസ്മെന്റ്. ഫലത്തിൽ എല്ലാവരും കയറിയിരുന്നു. സകല എണ്ണയും, എല്ലാ പെട്രോൾ പമ്പിനും എണ്ണ പിടിച്ചെടുത്തു ഈ IAS ഓഫീസർ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ പ്രിപ്പയർനെസ്സിന്റെ ഒരു ഊക്കിലാണ് പാരദ്വീപ് പോർട്ടും അവിടുത്തെ ജനങ്ങളും രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രിപ്പയർനെസ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അപകടങ്ങൾ ഒരുപാട് കുറക്കാൻ സാധിക്കും. നേരത്തെ ടീച്ചർ പറഞ്ഞത് മുന്നറിയിപ്പ് ഫലപ്രദമായി കൊടുത്ത ഒരു പഞ്ചായത്തിൽ 17 പേരെ മരിച്ചുള്ളൂ. ആയിരക്കണക്കിന് 100 മരിക്കേണ്ടതായിരുന്നു, അതുണ്ടായില്ല. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇത് കഴിഞ്ഞാലാണ് പിന്നെ റെസ്ക്യൂ എന്ന ഒരു സംഗതി വരുന്നത്. ദുരന്തം ഉണ്ടായി, അപ്പോൾ പിന്നെന്താണ് റെസ്ക്യൂവിനുള്ള കാര്യങ്ങളെ കുറച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. പ്രിപ്പയർനെസ്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ. റെസ്ക്യൂ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു കുറച്ച് ദിവസത്തെ പരിപാലനമാണ്. അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക, അത്തരം ടെമ്പററി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ അതാണ് ഘട്ടമാണ് റീഹാബിലിറ്റേഷൻ. അത് സ്ഥിരമായി അവരെ താമസിപ്പിച്ച് അവരുടെ ദുരന്തം ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ ഇവിടെ അഭിരാമി വിശദീകരിക്കേണ്ടായി. മാനസിക ആഘാതം പരിഹരിക്കാനുള്ള ചില കാര്യങ്ങൾ. സാധാരണ നമ്മൾ പരിഗണിക്കുക, വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക, പണിയില്ലാത്തവർക്ക് പണി കൊടുക്കുക, ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവർക്ക് അതുണ്ടാക്കി കൊടുക്കുക. പക്ഷേ ഏറ്റവും വളരെ കുറച്ച് മാത്രം പരിഗണിക്കപ്പെടുന്ന ഒന്നാണ് മാനസിക ആഘാതത്തിൽ നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ഞാൻ അവിടുത്തെ ഒറീസയിലെ ഒരു അനുഭവം പറയാം. എൻ്റെ ഉത്തരവാദിത്വം അവിടെ ഈ സൈക്ലോൺ കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞത് അവിടെ റീഹാബിലിറ്റേഷൻ്റെ ഒരു മേജർ പ്രോഗ്രാം ഉണ്ടാക്കി. അപ്പോൾ അതിൽ അവിടുത്തെ ഞങ്ങളുടെ സംഘടന, പരിഷത്തിൻ്റെ അവിടുത്തെ സംഘടനയിൽ 2 ബ്ലോക്കുകളുടെ ഉത്തരവാദിത്തം. ഏറ്റവും അധികം ആൾനാശം ഉണ്ടായിട്ടുള്ള എരസമ, ബാലിക്കുട, ഇങ്ങനെ 2 ബ്ലോക്കുകളിൽ 20 പഞ്ചായത്തുകൾക്ക് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ 150 പേരുടെ ഒരു ടീമിനെ എൻ്റെ ചുമതലയിൽ അവിടെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ പണി 2-2.5 വർഷക്കാലം ഈ 20 ഗ്രാമപഞ്ചായത്തിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുക, അത് നടപ്പാക്കുക എന്നത്. 7000 വീടുകൾ. അപ്പോൾ അവിടെ ഞാൻ താമസിച്ച സ്ഥലത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഇങ്ങനെ വെറുതെ റോഡിലൂടെ നടക്കും. ഒരാളോടും മിണ്ടില്ല, എന്ത് പണിയെടുത്താലും മിണ്ടില്ല. അങ്ങനെയാണ്. ഭക്ഷണം ആരും കൊടുത്തില്ലെങ്കിൽ അവർ കഴിക്കില്ല. ആ തരത്തിലൊരു സ്ത്രീ, ഞാൻ എന്താണ് അവരുടെ ഒരു ഇങ്ങനെ അതിൻ്റെ കാരണം എന്തോന്ന് അന്വേഷിച്ചപ്പെട്ടു. അവിടെ ഈ സൈക്ലോണിനെ കുറിച്ച് വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, രൂപേഷ് ബാനർജി എന്ന ജേർണലിസ്റ്റ് എഴുതിയ ഒറീസ ട്രാജഡി എന്നാണ് അതിന്. അതിലിവരുടെ കഥ വിവരിക്കുന്നത്. അപ്പോൾ അവര് 6 മക്കളുണ്ടായിരുന്നു. ഒരു കുടിൽ താമസിക്കാൻ ഭർത്താവ് മരിച്ചു. ഈ സുനാമി വന്നപ്പോഴേ വെള്ളം ഇങ്ങനെ പൊങ്ങി വരികയാണ്. അപ്പോൾ ഇവരെ വീടിൻ്റെ താഴെ വരെത്തി. അപ്പോൾ ഇവര് വീടിൻ്റെ പുറത്ത് കയറി മേൽപ്പരയിൽ കയറി. ഈ അമ്മയും 6 മക്കളും. അപ്പോൾ വീട്ടിനടുത്തൊരു വലിയ മരമുണ്ട്. വീട്ടിന് മേൽപ്പരയോളം അടുത്ത് എത്തിയപ്പോൾ വേറെ ഇവർക്ക് പോകാനിടയിൽ നോക്കിയാൽ കാണുന്നിടത്തെല്ലാം വെള്ളമാണ്. അപ്പോൾ ഇവർ നമുക്ക് മരത്തുമ്പോൾ കയറാൻ പറഞ്ഞു മക്കളോട്. അങ്ങനെ മരത്തിൻ്റെ മേലെ കയറി. അമ്മ ആദ്യം കയറി, മക്കൾ ഓരോന്നും പുറകെ കയറി. ഒരു കയർ കൊടുത്തിട്ടാണ് കയറി. ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി മക്കളെ കയറി കെട്ടാൻ പറഞ്ഞു അവർ. ഒടുവിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ 6 മക്കളും മരിച്ചു, മുങ്ങി മരിച്ചു. ഈ അമ്മ കാണുകയും, അവരുടെ ചോടയാണ് എല്ലാ മക്കളും ഉള്ളത്. അമ്മ കാണുകയും 6 മക്കളും വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ഇവർക്കൊന്നും ചെയ്യാൻ ഇതിൻ്റെ ഷോക്ക്.
അതാണ് ഈ സ്ത്രീ ഒന്നും മിണ്ടാൻ കഴിയാതെ നിൽക്കുന്നത്. അപ്പൊ എങ്ങനെ ഇവരെ പ്രശ്നം പരിഹരിക്കാൻ? അപ്പോ അവരുടെ അവസ്ഥയിലുള്ള കുറെ പേര് അവിടെ ഉണ്ട്. ആദ്യം കുറെ സ്ത്രീകളെ ഇവരുടെ കൂടെ ഇവരെ താമസിക്കുന്നിടത്ത് കൊണ്ടാക്കി, മറ്റവർ മിണ്ടുന്നില്ല. കൂടുതൽ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഘട്ടത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ കുറെ ആൾക്കാരുണ്ട്, സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട്. അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കി, ഒരു ആണിനെ ഒരു പെണ്ണിനെ, ഒരു കപ്പിൾസാക്കി മാറ്റാനൊരു ശ്രമം. അങ്ങനെ ഇവരുടെ കൂടെ ഒരു പുരുഷനെ താമസിപ്പിച്ചു. കുറച്ചു കാലത്തേക്കൊന്നും അവർക്ക് യാതൊരു മാറ്റം ഉണ്ടായില്ല. പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് മാറ്റം തുടങ്ങി. അങ്ങനെയാണ് അവർ അതിജീവിക്കുന്നത്. അപ്പോൾ ഒരു മെന്റൽ ട്രോമയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള അനുഭവം ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. പലയിടത്തും അത് അത്യാവശ്യമായിട്ട് വരാറുണ്ട്. ഞങ്ങൾ എൻ്റെ നേതൃത്വത്തിലുള്ള ടീം ചെയ്തത് 20 ഗ്രാമത്തിന് ഒരു പ്ലാൻ ഉണ്ടാക്കി, റീഹാബിലിറ്റേഷൻ പ്ലാൻ ഉണ്ടാക്കി. അതിന് കുറച്ച് പണിയെടുക്കേണ്ടി വന്നു. അത് നടപ്പാക്കി. ഇതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് നടപ്പാക്കുന്ന പ്രക്രിയയാണ് ഞാൻ ഊന്നാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ ഓരോ ഗ്രാമത്തിൻ്റെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ റീഹാബിലിറ്റേഷൻ. അപ്പോൾ ചില റോഡ് വേണമെന്ന് പറയും, ചില വായനശാല വേണമെന്ന് പറയും, ഒരു സ്കൂൾ വേണമെന്ന് പറയും, നമ്മൾ സ്കൂളിൽ പോയി അത് വേണം എന്ന് സാധിക്കും. അങ്ങനെ പല ആവശ്യങ്ങളും, കുടിവെള്ള സൗകര്യം വേണമെന്ന് പറയും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു പ്രോസസ്സ്. പൊതുവായ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയെന്ന് നിർണ്ണയിക്കുക. അതിനൊരുപാട് ഡയലോഗ്സ് വേണ്ടി വരും. ഗ്രാമസഭ പോലുള്ള യോഗങ്ങൾ വിളിച്ചേർത്ത് അവരുടെ അഭിപ്രായം ചോദിക്കേണ്ടി വരും. ഒരു സൈഡിലുള്ള ഒരു സൗകര്യം വെച്ചാൽ ഒരു MLA താഴെ പിന്നെ ഡെമോക്രസിയുടെ ഒരു സംവിധാനമില്ല. പഞ്ചായത്തൊക്കെ ഉണ്ട്, പേരിന് പഞ്ചായത്തുണ്ട്, ഗ്രാമസഭയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ ആക്റ്റീവ് അല്ലാത്ത ഒരു സംവിധാനം. MLA ആണ് അവിടുത്തെ പ്രധാന വ്യക്തി. അതാണ് ആ ലെവലിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നാട്ടുകാരുടെ യോഗം വിളിക്കാൻ നമ്മളെയൊക്കെ കുറച്ചുകൂടി എളുപ്പമുണ്ട്. കാരണം അവിടെ ഗ്രാമങ്ങൾ ചെറുതാണ്. ഒരു പഞ്ചായത്തിന് 5-6 ഒക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ടാവും. അവിടെ ഗ്രാമസഭ പ്രത്യേകം വിളിച്ച് ആ പ്രദേശത്തെ ആവശ്യങ്ങളൊക്കെ നിർണ്ണയിക്കാനുള്ളത്. ഇപ്പോൾ 2-3 ഒരു ഡയലോഗ് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിച്ചത്. അതൊക്കെ ലിസ്റ്റ് ചെയ്തു. ഇത് പിന്നെ പഞ്ചായത്ത് തലത്തിൽ ഒരു യോഗം വിളിച്ചിട്ട് അവിടെ ചർച്ചയ്ക്ക് വെച്ചു. അവരും അംഗീകരിച്ച കാര്യങ്ങൾ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളായിട്ട് തീരുമാനിച്ചു. ഇത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും വലിയ ഒരു ഘട്ടം വരുന്നത്, പ്രധാനപ്പെട്ട ഘട്ടം. ഓരോ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾ. അപ്പം അവർ എന്താണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്, അവർക്ക് ഇപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക, അവർക്ക് അനുഭവമുള്ള കാര്യം എന്തൊക്കെയാണ്, ഏതിലാണ് അവർക്ക് സ്കില്ലുള്ളത്. ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾ നടത്തിയിട്ടുള്ള ഡയലോഗുകൾ 1000 കണക്കിനെന്ന് വേണമെങ്കിൽ പറയാം. 7000 കുടുംബങ്ങളാണ്, 1000കണക്കിന് ഡയലോഗുകൾ ഗ്രൂപ്പായിട്ട് നടത്തിയിട്ടുണ്ട്, ഇൻഡിവിജ്വലായിട്ട് ഓരോ ഫാമിലിക്ക് വേണ്ടി നടത്തുന്നുണ്ട്. എൻ്റെ കൂടെ 150 ആൾക്കാരുണ്ടായിരുന്നു, കാഴ്ചയൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഡയലോഗ് എങ്ങനെ നടത്തണം എന്നുള്ളതിനുള്ള ട്രെയിനിങ്ങൊക്കെ കൊടുത്ത് അങ്ങനെ ഞാൻ നേരത്തെ ഇന്നതാണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഇപ്പോൾ ഇന്നതാണ് ആവശ്യം, ഇത് ചെയ്യാനുള്ള കഴിവ് എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഡയലോഗിൽ വരുന്നുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളൊരു പ്രോപ്പർ ട്രെയിനിങ് അവർക്ക് കൊടുക്കണം. ഉദാഹരണമായിട്ട് എനിക്ക് കാല് വളർത്തലാണ് പിന്നെ ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ എനിക്ക് അരി വിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ മതി. നെല്ല് വാങ്ങാൻ കിട്ടും, അത് കുത്തി അരിയാക്കുക, അത് വീട് തോറും കയറിയിട്ട് വിൽക്കുക. ഇതാണ് അവരുടെ അരി കച്ചവടം. തുണിക്കച്ചവടം ആണ് എനിക്ക് വേണ്ടത്. തുണിക്കച്ചവടം എന്നാൽ നമ്മുടെ നാട്ടിലും ഷോപ്പുമാരൊന്നും വിചാരിക്കരുത് വരുന്നത്. അവരുടെ വീട്ടിൻ്റെ ഒരു മുറിയിൽ കൊണ്ടുവച്ചിട്ടുള്ള ഒരു കെട്ട്, അതാണ് അവരുടെ തുണി ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നടത്താൻ വേണ്ടി എത്ര പൈസ വിട്ടിരും, ആ പൈസ തിരിച്ചടക്കാൻ സാധിക്കുന്ന ഗ്രാൻഡ് കിട്ടും അവർക്ക്. ഒരു 20,000 രൂപയുള്ള ഗ്രാൻഡ് പെട്ടെന്ന് കൊടുക്കാൻ കഴിയും. വേണമെങ്കിൽ അതിലധികം തുകയും കൊടുക്കാൻ കഴിയും വിത്ത് പ്രോപ്പർ സാങ്ഷൻസ്. ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, ഇവർ ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ജോലിയെ സംബന്ധിച്ച് അതിന് എത്ര ചെലവ് വരുന്നത് എന്നതിനെ സംബന്ധിച്ച്, ഇപ്പോൾ അരി കച്ചവടക്കാർ ഓരോ വേണം, പലക്ക വേണം, അത് ഇടാനുള്ള പാത്രങ്ങൾ വേണം, കൊണ്ടു നടന്ന് വിൽക്കാനുള്ള കുട്ടകൾ വേണം, ഇങ്ങനെ അതെല്ലാം കണക്ക് പീടിയെ പോയിട്ട് അത്ര ഉപ്പയ്ക്ക് ഇതെല്ലാം വാങ്ങിക്കാൻ വേണ്ടി അവർ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ചിലർക്ക് 2000 രൂപ വേണ്ടി വന്നിട്ട് അവരുടെ ഒരു യൂണിറ്റ്, ഉപജീവനത്തിനുള്ള ഒരു യൂണിറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു കള്ളത്തിനെ കാണിക്കുന്നില്ല. അതല്ല, ചിലർക്ക് ഒരു 3 പശുക്കളെ വേണം. 3 പശുക്കളെ കിട്ടാൻ നിങ്ങൾ എങ്ങനെയാണ് പോയിട്ട് തീറ്റയോടും അത് എടുത്ത് വരും, ശേഖരിക്കും. അപ്പോൾ രോഗം വന്നാൽ നിങ്ങൾ ഇത് ചെയ്യുക, അത് പിന്നെ ആശുപത്രിയിൽ നിർത്തി കൊണ്ടുപോകും. ഇങ്ങനെ എല്ലാ കാര്യം ത്രെഡ് ബെയറായിട്ട് ചർച്ച ചെയ്ത് ധാരണത്തിൽ ഇവർക്ക് ഇങ്ങനെ ഒരു യൂണിറ്റ് കിട്ടിയാൽ
അത് വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് ഉണ്ടാവുകയാണ് അവർക്ക് ഗ്രാൻഡ് കൊടുക്കുക. വാസ്തവത്തിൽ കൊടുക്കുന്ന പൈസ ഗ്രാൻഡാണ്, കടമല്ല. പക്ഷെ അവരെ SHG തലത്തിൽ ഒരു നെറ്റ്വർക്കിംഗ് ഒക്കെ ചെയ്തിട്ട് അവർ കടമായിട്ടാണ് SHGകൾ കൊടുക്കുക. അതവർ ഘട്ടഘട്ടമായിട്ട് തിരിച്ചെടുക്കും. എത്ര വേണമെങ്കിലും അതിന് ലോൺ എടുക്കുകയും ചെയ്യാം. അപ്പോൾ അവർക്ക് ആ ഒരു ധൈര്യം കിട്ടും പിന്നെ അങ്ങോട്ടുള്ള ജീവിതത്തെക്കുറിച്ച്. അങ്ങനെ ഉള്ള 53 തൊഴിലുകൾ ഐഡന്റിഫൈ ചെയ്ത് ഈ 7000 കുടുംബങ്ങൾക്കും ഇതിൽ ഏതെങ്കിലും ഒരു തൊഴിൽ ഉപജീവന മാർഗമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള പണം, അതിനുള്ള പരിശീലനം, അവരുടെ സ്കിൽ ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏതാണ്ട് 1.5 വർഷക്കാലം കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇപ്പോഴും പോകാറുണ്ട്. അപ്പം തിരിച്ചു വന്നതിന് ശേഷം 2.5 കൊല്ലത്തോളം അവിടെ ചെലവഴിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ദുരിതപൂർണമായ കാലവും അതേസമയം ഒരു സുവർണ കാലവുമായിരുന്നു ഇപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അവിടെ ഓരോ തവണയും പോകുമ്പോഴേ അവിടുത്തെ കുട്ടികളുടെയൊക്കെ കല്യാണം നടക്കുമ്പോൾ ക്ഷണിക്കും, വിളിക്കും. ഇപ്പോഴും നിരന്തരമായിട്ട് ബന്ധമുണ്ട് അവിടുത്തെ പ്രവർത്തകരായിട്ട്. ആ 20 ഗ്രാമങ്ങൾ വളർന്ന് വികസിച്ച് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാകാറുണ്ട്. അവിടുത്തെ ഈ ഡിസാസ്റ്റർ സൈക്ലോൺ ഷെൽട്ടർ അതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെറും കെട്ടിടങ്ങളായി പോകും. ഡിസാസ്റ്റർ വരുമ്പോഴല്ലേ അത് ഉപയോഗിക്കുള്ളൂ. സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ ഉണ്ടാക്കി. സ്കൂളില്ലാത്ത ഗ്രാമമാണെങ്കിൽ അത് സ്കൂളായിട്ട് ഉപയോഗിക്കണം, സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ അത് വായനശാലയായിട്ട് ഉപയോഗിക്കണം, വായനശാലയിൽ എന്തൊക്കെ പ്രവർത്തനം നടക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പുതിയ ഐഡിയാസ് ഒക്കെ കൊടുക്കാനുണ്ട്. കേരളത്തിൽ തന്നെ ഞാൻ കുറേ ആൾക്കാരൊക്കെ കൊണ്ടുപോയി അവിടെ ചില കാര്യങ്ങളുടെ വിധത്തിൽ നമ്മുടെ രഘുനന്ദനൊക്കെ, പത്മകുമാറിൻ്റെ രഘുനന്ദനൊക്കെ കൊണ്ടുപോയി. മൊത്തത്തിൽ ഈ റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു ജീവിതത്തിൻ്റെ റിഹാബിലിറ്റേഷനായിട്ട് മാറ്റാൻ കഴിഞ്ഞു. എന്നാൽ നമുക്ക് ഇവിടെ വയനാട്ടിൽ ഉണ്ടൊക്കെയായാലും ചെറുതായാലും ഈ തരത്തിലുള്ള റിഹാബിലിറ്റേഷൻ്റെ ആവശ്യം ഇപ്പോഴുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡിസാസ്റ്റർ ടൂറിസം കർക്കശമായി നിരോധിക്കുകയുണ്ടായി ഇവിടുത്തെ ഒരു റിപ്പോർട്ടിലുണ്ട്. ആരും കലക്ടറുടെ അനുവാദമില്ലാതെ ഈ പ്രദേശത്ത് കടന്നു പോകാൻ പാടില്ല എന്നായിരുന്നു. അത് വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആവശ്യക്കാരൻ കളക്ടർ ബോധ്യപ്പെട്ടാൽ പ്രവേശനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അനാവശ്യക്കാരൊന്നും കടന്നു വരാത്തൊരു സ്ഥിതി സംരക്ഷണം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇപ്പം നടപ്പാക്കാൻ പോകുന്ന കാര്യത്തിൽ എന്തൊക്കെ വേണമെന്നുള്ള ഒരു ഡ്രാഫ്റ്റ് പ്ലാനൊക്കെ ഇവിടെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർപ്പിടത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു കോംപ്ലക്സ് ആയിട്ടാണ്, ഒരു പുതിയ നഗരപ്രദേശമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കുറെ കൂടി എളുപ്പത്തിൽ നടപ്പാക്കാൻ സാധിക്കും ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു. അതിനുള്ള സ്ഥലമായിട്ട് എടുക്കാൻ പോകുന്നുണ്ട്. പണം കേന്ദ്രം കുറച്ചുകൂടെ കടമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ സംഭരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പണമൊന്നും വലിയ പ്രശ്നമാവില്ല എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ പിന്നെ എന്താ നമ്മുടെ റോൾ ഇവിടെ? പരിഷത്തിന്റെ റോൾ എന്താണ്? എനിക്ക് തോന്നുന്നത് പരിഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് മോണിറ്ററിംഗ്. ഈ തീരുമാനിച്ച കാര്യങ്ങൾ അതുവഴി നടക്കുന്നുണ്ടോ, അത് നടത്താൻ നല്ല രീതിയിൽ നടപ്പാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുക. പ്രിപ്പയർനെസ് പ്രോഗ്രാമിലും ഏർലി വാണിംഗ് കൊടുക്കുന്നതിലൊക്കെ കുറേ കാര്യങ്ങൾ നേരത്തെ അതിൻ്റെ അവതരണങ്ങളൊക്കെ നടന്നല്ലോ. അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും, വിജയകരമായിട്ട് നടപ്പാക്കാനും സാധിക്കും. പക്ഷേ ആക്ച്വൽ റിഹാബിലിറ്റേഷനിൽ നമുക്ക് ആ രീതിയിലുള്ള ഒരു പങ്കാളിത്തം ഉണ്ടാകണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതേസമയത്ത് പല ഗവൺമെൻറ് പ്രോഗ്രാമുകളിലും ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു മോണിറ്ററിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ സുമയുടെ അവതരണത്തിൽ പറയുകയുണ്ടായി, ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറോട് ഓരോ കൊല്ലവും പ്ലാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യത്തെ നടപടി എന്താ? സ്റ്റാറ്റസ് റിപ്പോർട്ട് കൊടുക്കാനുള്ളതാണ്. എൻ്റെ വകുപ്പിൻ്റെ പ്രവർത്തനത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്, അവിടെ കാണുന്ന പ്രശ്നങ്ങൾ ഇതാണ്, അതിന് വേണ്ടിയിട്ട് ഇന്നെന്ന പ്രൊജക്റ്റ് ഉണ്ടാക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഇതാണ് അതിൻ്റെ ചുരുക്കം. ഈ കിട്ടുന്ന സ്റ്റാറ്റസ് റിപ്പോർട്ടൊക്കെ കണ്ട് ഞാൻ ചിരിച്ച് മരിച്ചിട്ടില്ല എന്ന് പറയുന്നത്, അത്രയേറെ ചിരിച്ചിട്ടുണ്ട്. ഒരു ഡിപ്പാർട്ട്മെന്റ് ജില്ലാതല ഉദ്യോഗസ്ഥന്മാരാണ് സ്റ്റാറ്റസ് റിപ്പോർട്ട് തരുന്നത്. അവർ ആ റിപ്പോർട്ട് ആ ജില്ലയിലെ അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയേണ്ട ആൾക്കാരാണ്. പക്ഷേ നമുക്ക് സാധാരണക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യവും അവരുടെ റിപ്പോർട്ട്, പുതിയ ഇൻഫർമേഷൻ അവരുടെ റിപ്പോർട്ടുണ്ട്, കഴിഞ്ഞ വർഷം കൊടുത്ത അത് തന്നെ മതി സാറേ, അത് തന്നെ മതി. ഡാറ്റയോട് യാതൊരു ബഹുമാനമില്ല, ഡാറ്റയോട് ഒരു ബഹുമാനമില്ല. ഒരു മാപ്പിനാണ് ഒരു ചിത്രം, അവരെ സംബന്ധിച്ച് ഒരു ചിത്രം മാത്രമാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ റീഹാബിലിറ്റേഷന് വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഡാറ്റാബേസ് ഉണ്ടാക്കണം, സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിർണ്ണയിക്കാനുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടാക്കണം, വ്യക്തിഗതമായ ആവശ്യങ്ങൾ പിന്നെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനുള്ള ഒരു പ്രക്രിയ ഉണ്ടാകണം. പിന്നെ ഇപ്പോൾ ഇല്ലാത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ച മോണിറ്ററിങ്ങിനുള്ള ശക്തമായ ഒരു സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ മോണിറ്ററിങ് ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഡാറ്റയും നമ്മുടെ കയ്യിൽ വേണം. വാട്ട് ഈസ് എ പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിന്റെ ചെലവ് എത്രയാണ്, അതാരാണ് ചെലവഴിക്കുന്നത്, ആരാണ് നടപ്പാക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ വിവരം കിട്ടിയാൽ മാത്രമേ നമുക്ക് അത് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോണിറ്ററിങ്ങിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പിന്നെ ആലോചിക്കാം. ഇപ്പോൾ പദ്ധതി നടപ്പാക്കുന്ന സ്ഥലത്ത് പോയിട്ട് നേരിട്ട് കാണാം, ഒരു മോണിറ്ററിങ്ങിന് ഒരു ഉപസമിതി രൂപീകരിച്ച് പിന്നെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, കണ്ണൂർ ജില്ലയിൽ ലൈഫ് ഭവനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ള പരിശോധിക്കാൻ ഒരു മോണിറ്ററിങ് നടത്തി. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വർക്ക് നടക്കുന്നത്. നിർമ്മിച്ച 10% വീടുകൾ നേരിട്ട് പോയി കാണാം, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അവർ ചെയ്തതെന്നൊക്കെ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു വീട് അനുവദിക്കപ്പെട്ട ഒരു കുടുംബക്കാർക്കും സർക്കാർ കൊടുക്കുന്ന പണം കൊണ്ട് വീടുണ്ടാക്കാൻ കഴിയില്ല. സർക്കാർ കൊടുക്കുന്നതിനാണ് 4 ലക്ഷം 6 ലക്ഷം, ഏറ്റവും ചുരുങ്ങിയത് 8 ലക്ഷം ഉറുപ്പെങ്കിലും ഇല്ലാണ്ട് വീടുണ്ടാക്കാൻ കഴിഞ്ഞില്ല ഒരാൾക്കും. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? അവരൊന്നുകിൽ അവരുടെ മതക്കാരായ ആൾക്കാരുടെ സഹായം തേടും, ക്ലബ്ബുകളുടെ സഹായം തേടും, NRIസിന്റെ സഹായം തേടും, ബന്ധുക്കളുടെ സഹായം തേടും. ഇങ്ങനെ സഹായിക്കാൻ ആരെങ്കിലും ഇല്ലാത്ത ഒരു വീട് പോലും പൂർത്തിയാക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നിഗമനം എന്താണ്? വീട് അനുവദിക്കപ്പെട്ട ഒരു കുടുംബത്തിന് അധികമായിട്ട് വരുന്ന ചെലവ് ലഭ്യമാക്കാൻ എന്താണ് വഴി എന്നാലോചിക്കും. ചിലർക്ക് അവരുടെ കുടുംബക്കാർ വെച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ കുടുംബക്കാരോട് പറഞ്ഞത് നിങ്ങളെ ഇന്ന് സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ ബന്ധുക്കളൊന്നും ഇല്ലെങ്കിലോ NRI ഗ്രൂപ്പുകൾ ഉണ്ടാവും, അവരെ ബന്ധപ്പെട്ട്. ഇപ്പോൾ പള്ളിക്കാർ, ക്രിസ്ത്യൻ പള്ളിക്കാർ, മുസ്ലിം പള്ളിക്കാരൊക്കെ സഹായിച്ച ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇതില്ലെങ്കിൽ ലൈഫ് ഭവനം കേരളത്തിൽ ഒരുപാട് പുതിയ പൂർത്തിയാകാതെ വീടുകൾ സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്നെ സംബന്ധിച്ച് അത് ഉറപ്പാണ്. അപ്പം അവിടെ നമുക്ക് അത് ഇടപെടണമെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരം ഇത് ഡിസാസ്റ്റർ മേഖലയ്ക്കും ബാധിക്കണം. ഓരോരാളുടെയും ആവശ്യമുണ്ട് എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ, എന്താണ് അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇത് പ്രോപ്പറായിട്ട് നടക്കാൻ സർക്കാരിന്റെ ഗ്രാന്റ് കൊണ്ട് മാത്രം സാധിക്കണമെന്നില്ല. അപ്പം വേറെ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യാൻ ഇവർക്കുള്ളത്, ആ സപ്പോർട്ട് കൂടി ലഭ്യമാക്കി കഴിഞ്ഞാൽ മാത്രമേ വിജയകരമായിട്ട് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, നമ്മൾ ചെയ്യുമ്പോൾ ഒരു ദുരന്തം ഉണ്ടായിട്ട് അവരെ മാറ്റിപ്പാർപ്പിക്കുമ്പോൾ അവിടെയും ദുരന്തം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അവിടെ ആ പ്രദേശത്തിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അതിനെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ പ്രത്യേകത, വെയിറ്റ് കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിക്കുക, ഡിസൈൻ പിന്നെ അതനുസരിച്ച് തീരുമാനിക്കുക. ഡിസൈനിലൊക്കെ വളരെ പ്രാധാന്യം നമ്മൾ പൊതുവെ ശ്രദ്ധിക്കാത്ത, ആർക്കിടെക്റ്റുകൾ മാത്രം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. എഞ്ചിനീയർമാരും സാധാരണ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നല്ല പ്രകാശം കിട്ടുന്ന സ്ഥലത്ത്, കാറ്റ് സ്ഥിരമായിട്ട് വരുന്നെങ്കിൽ അതിനെ തടയാൻ കഴിയുന്ന വിധത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഡിസൈൻ ഉണ്ടാക്കുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി കുറച്ചുകൂടി ഉറപ്പുവരുത്താൻ കഴിഞ്ഞേക്കും. ഈ തരത്തിൽ ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ഉണ്ടാക്കാനുള്ള ആദ്യത്തെ അവസരമായിട്ട്, അതിനൊരു മാതൃക രൂപപ്പെടുത്താനുള്ള അവസരമായിട്ട് നമുക്ക് വയനാട്ടിലെ ഈ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കും. പണത്തിൻ്റെയും സാങ്കേതികതയുടെയും കാര്യത്തിലൊക്കെ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യത്തിൽ ആലോചനകൾ നടത്തി വരുന്നുണ്ട്. ഉണ്ടായില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് പ്രോപ്പർ മോണിറ്ററിങ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് ഈ കാര്യത്തിലൊരു പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ള DM പ്ലാൻ, പഞ്ചായത്ത് തലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള DM പ്ലാനുകൾ, ഞാൻ പരിശോധിച്ച പ്ലാനുകൾ ബഹുഭൂരിഭാഗവും അർത്ഥമില്ലാത്തതാണ്. അതിൻ്റെ അധ്യായം എന്തൊക്കെ ആയിരിക്കണം, അതിലെന്തൊക്കെ ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ പഞ്ചായത്തുകാരെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ DM പ്ലാൻ ഉണ്ടാക്കിയതിൻ്റെ ഗൗരവം
പിൽക്കാലത്ത് പലയിടത്തും കണ്ടിട്ടില്ല. പലരും ചെയ്തിരിക്കുന്നത് അതിൻ്റെ തന്നെ കോപ്പി ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അങ്ങോട്ട് പുനഃപ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. അത് മാറ്റിയിട്ട് അടുത്ത തവണ DM പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുണ്ടാക്കിയ ധാരണകളുടെ അടിസ്ഥാനത്തിൽ മെച്ചപ്പെട്ട ഒരു DM പ്ലാൻ ഉണ്ടാക്കാൻ പഞ്ചായത്ത് തലത്തിൽ സാധിച്ചാൽ അത് കേരളത്തിന് വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും കരുതുന്നു. അത് ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യേണ്ട കാര്യമല്ല, നേരെ എല്ലായിടത്തും വിജയകരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനൊരു ഇൻപുട്ട് കൊടുക്കുകയാണുള്ളത്. നമ്മളിനിപ്പോൾ സംഘടനാപരമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഇതൊരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കണം ഞാൻ വിചാരിക്കുന്നു. ഞാൻ നിർത്തുകയാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നത്.